എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ടെലിഗ്രാം ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൽ ടെലിഗ്രാം ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും മെസ്സേജുകൾ അയക്കുവാനോ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുവാനോ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയിട്ടില്ല. ഇന്ത്യയിൽ ടെലിഗ്രാം സേവനങ്ങൾക്ക് നിലവിൽ ഒരു താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നിലവിലെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ചില ടെലികോം നെറ്റ്വർക്കുകളിൽ ടെലിഗ്രാമിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പ്രധാനമായിട്ടും മെസ്സേജുകൾ വരാതിരിക്കുക, മീഡിയ ഫയലുകൾ ഡൗൺലോഡ് ആകാതിരിക്കുക, വോയിസ് അല്ലെങ്കിൽ വീഡിയോ കോളുകൾ കണക്ട് ആകാതിരിക്കുക എന്നിവയാണ് ഉപഭോക്താക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതിന്റെ ഭാഗമായിട്ട് ചില നെറ്റ്വർക്കുകളിൽ ആപ്പ് പൂർണ്ണമായിട്ടും കണക്ട് ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. വരുന്ന ജൂൺ 21 ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന നീറ്റ് എക്സാം നടക്കുകയാണ്. മുൻപ് നടന്ന പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെടുത്തി വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ടെലിഗ്രാമിൽ വ്യാജ ചോദ്യപേപ്പറുകൾ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ടെന്ന് കാണിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടുന്ന വലിയൊരു റാക്കറ്റിനെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടെത്തുകയുണ്ടായി. പരീക്ഷയ്ക്ക് മുമ്പ് സാധാരണ മെസ്സേജ് അയച്ചിട്ട് പരീക്ഷ കഴിഞ്ഞ ശേഷം ആ ഒരു പഴയ മെസ്സേജ് എഡിറ്റ് ചെയ്ത് ചോദ്യപേപ്പർ മുൻപേ ചോർന്നു എന്ന് വരുത്തി തീർക്കുന്ന രീതിയും ഇവർ ഉപയോഗിച്ചു വരുന്നു. ഇത് തടയുവാനാണ് പരീക്ഷാ ഏജൻസിയുടെ കർശനമായിട്ടുള്ള ശുപാർശയിലാണ് സർക്കാരിന്റെ നടപടി. ജൂൺ 16 മുതൽ ജൂൺ 22 വരെയാണ് നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത്. ടെലിഗ്രാം ആപ്പ് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആയിരിക്കും. പല പ്രമുഖ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരും ഇതിനോടകം തന്നെ ആപ്പ് ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞു. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇതിപ്പോൾ ലഭ്യമല്ല. ജൂൺ 23 മുതൽ ജൂൺ 30 വരെ ആയിരിക്കും ഇതിന്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പഴയ മെസ്സേജുകൾ എഡിറ്റ് ചെയ്യുവാനുള്ള എഡിറ്റിംഗ് ഫീച്ചർ ജൂൺ 30 വരെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതല്ല. മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടുകളോ ചാറ്റുകളോ ഗ്രൂപ്പുകളോ ഒന്നും തന്നെ ഡിലീറ്റ് ആയി പോകില്ല. തികച്ചും താൽക്കാലികമായിട്ടുള്ള ഒരു സുരക്ഷാ നടപടി മാത്രമാണ്, സ്ഥിരമായിട്ടുള്ള നിരോധനമല്ല. പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ സേവനങ്ങൾ സാധാരണ നിലയിൽ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. മറ്റ് പകരക്കാരായിട്ടുള്ള സുരക്ഷിത ആപ്പുകൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കേണ്ടതാണ്. പരീക്ഷകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.